സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ളത് ഒരു തീരുമാനമാണ്. ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല, അതൊരു തീരുമാനമാണ്. അപ്പോൾ വൈക്കമാണ് പ്രപ്പോസ് പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നതിനും തടസ്സമില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിനോടുള്ള വിരോധമല്ല, ഇടതുപക്ഷത്തിന് നയങ്ങളോട് എതിർപ്പുണ്ട്. അപ്പോൾ ഈ സമഗ്രമായൊരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്. നമ്മോടൊപ്പം സണ്ണിയം കബിക്കാട് ചേരുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം വലിയൊരു ചർച്ചയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ആരെങ്കിലും ഓഫർ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയാണ്. ഇങ്ങനെ നിങ്ങളറിയുന്നത് പോലെ പുറത്തിങ്ങനെ കാണുന്ന വാർത്തയാണ് ഞാനും കാണുന്നുള്ളൂ. കോൺഗ്രസ് നേതൃത്വം എൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് എനിക്കറിയാവുന്നൊരു വസ്തുത. അത് വൈക്കം സീറ്റാണ് എന്നൊന്നും എന്നോട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടില്ല. സീറ്റ് ഏതാണെന്നോ തരാം ഉറപ്പ് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത എന്നല്ല നമ്മളതിനെക്കുറിച്ച് കൂടുതൽ. മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മത്സരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പേരിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത്. ചോദിച്ചിട്ടുണ്ടോന്ന് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ആരെങ്കിലും? തീർച്ചയായും അങ്ങനെ അവർക്കത് പരിഗണിക്കുമ്പോൾ അവരത് ഉറപ്പ് വരുത്തിയിട്ടല്ലേ നോക്കത്തുള്ളൂ. ഒരു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ എഫർട്ടിന് അർത്ഥമില്ലല്ലോ. അത് കാഷ്വലായ സംഭാഷണത്തിൽ വന്ന ഒരു കാര്യമാണ്. പാർലമെൻ്ററി പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പോഴത്തെ സ്ഥിതി അത് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഫർദറായിട്ട് ഏത് സീറ്റാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നല്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇന്ന സീറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും മറ്റേതെങ്കിലും സീറ്റുകളാണെങ്കിലും മത്സരിക്കുമോ? എന്താണ് ഇതിനെ ഞാൻ കാണുന്നത് മത്സരിച്ച് ജയിച്ച് എങ്ങനെയെങ്കിലും MLA ആകുക എന്ന കേവലമായൊരു യുക്തിയിലല്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരുന്ന അടിസ്ഥാനപരമായ പുതിയൊരു പ്രവണതയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ദീർഘകാലമായി അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്ന പൊതുരാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്ന വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കേരള രാഷ്ട്രീയം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒരു പുതിയ പ്രവണത. ആ പ്രവണത പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് ഏത് പക്ഷത്തു നിന്ന് വന്നാലും. കേരളത്തിൽ പ്രധാന മുന്നണികൾ LDF UDF ആണല്ലോ. ഏത് പക്ഷത്തു നിന്ന് വന്നാലും ആ പ്രവണത വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ UDF ആണ് ആദ്യം തന്നെ അത്തരമൊരു നീക്കം നടത്തിയത് എന്നതുകൊണ്ട് തന്നെ അവർക്കൊരു സ്വീകാര്യതയും മുൻകൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ പേര് പരിഗണിക്കുന്നു എന്ന വാർത്ത പോലും ഞാൻ കാണുന്നുള്ളൂ. LDF നിന്നും അത്തരത്തിലൊരു നീക്കം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? LDF അങ്ങനെ ഒരു സമീപനം എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യമല്ലല്ലോ ഇത്. കേരളത്തിലെ രണ്ട് മുന്നണികൾ ഈ ഇത്തരം സമീപനം എടുക്കാൻ ബാധ്യസ്ഥമാണ്. അവരും നിർത്തട്ടെ ആൾക്കാരെ. കബിക്കാടിൻ്റെ കാര്യത്തിൽ LDF അത്തരമൊരു നീക്കം അല്ലെങ്കിൽ LDF സമീപിച്ചാൽ എന്തായിരിക്കും ഒരു മറുപടി? അല്ല, ഇതിപ്പോൾ അതൊക്കെ ഒരു ഇമാജിനേഷനാണ്. എന്നോട് ഇതുപോലെയൊരു പ്രപ്പോസൽ മുന്നോട്ട് വരികയും ഇവർ സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, അങ്ങനെ ഒരു കാര്യം പുറത്തുള്ള സ്ഥിതിക്ക് ഇപ്പോൾ ഏത് മുന്നണി പറഞ്ഞാൽ ഇതിന് തീരുമാനമാകാതെ മറിച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ഞാൻ. അത്തരം കാര്യങ്ങൾ പാടില്ല എന്നുകൂടി പൊളിറ്റിക്സിലൊരു എത്തിക്സ് പാലിക്കപ്പെടേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തീരുമാനം പറയട്ടെ, ആദ്യം സമീപിച്ചത് കൊണ്ടും അത്തരം ഒരു കാര്യം പിന്നെ അവരുടെ ഒരു വാക്ക് ഞാൻ കേൾക്കണ്ടേ? അല്ലേ പിന്നെ നമ്മൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു? നമുക്കൊരു മിനിമം എത്തിക്സ് വേണ്ടേ? അപ്പോൾ ഇതിനേക്കാൾ സാധ്യതയുള്ള മറ്റൊരു മുന്നണി വന്നാൽ ഇത് ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പോലെ രാമാനം മാറി മറിഞ്ഞ് നിൽക്കുക, അതിൻ്റേത് ആവശ്യം യഥാർത്ഥത്തിലില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഓഫർ വന്നാലും ഇതിൻ്റെ തീരുമാനം അറിയാതെ ഒരു കാരണവശാലും മറിച്ചൊരു തീരുമാനം എടുക്കില്ല. വൈക്കം മണ്ഡലമാണ് എന്നത് വൈക്കം മണ്ഡലം അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ചിഹ്നത്തിലായിരിക്കും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടായിരിക്കും? എങ്ങനെയായിരിക്കും മത്സരിക്കുക? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ളത് ഒരു തീരുമാനമാണ്. ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല, അതൊരു തീരുമാനമാണ്. വൈക്കം മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേക അഫിനിറ്റി ഒന്നുമില്ല. അതങ്ങനെ അവർ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വൈക്കം നിൽക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വൈക്കം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഒരു 10-40 വർഷം ജീവിച്ച സ്ഥലമാണ്.
അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതിങ്ങനെ പൊളിറ്റിക്കലി വൈക്കം വേണം എന്നോ അങ്ങനെ ഒരു ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് വൈക്കത്തിന് എന്തെങ്കിലും അസാമാന്യമായൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്കൊന്നുള്ള യാതൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. പിന്നെ വരട്ടെ, അപ്പോൾ വൈക്കമാണ് പ്രപ്പോസ് പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നതിനും തടസ്സമില്ലല്ലോ. അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ UDF-നൊപ്പം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. LDF-നോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ ഭരണത്തോടുള്ള എന്തെങ്കിലും വിയോജിപ്പുകളായിരിക്കുമോ UDF-ന് കൈകോർക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ലേ? അത് കേരളത്തിലെ ജനങ്ങൾക്കുള്ളൊരു കാര്യം, അതിപ്പോൾ എനിക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. കേരളത്തിൽ അത് LDF-നോടുള്ള പ്രത്യേക വികാരമല്ല. ഈ ഭരിക്കുന്ന പാർട്ടിയോട് ഒരു എതിർപ്പ് രൂപപ്പെടുക എന്നുള്ളത് പ്രതിപക്ഷ ഭാഗത്തെ ഒരു സംഭവമാണ്. അത് ഉണ്ടാവും, അല്ല സ്വാഭാവികം. അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള പ്രാപ്തിയിലാണ് പ്രതിപക്ഷ വിജയം കിടക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ ഈ പാർട്ടികളോടൊന്നും യാതൊരു വിരോധവുമില്ല. അവരുടെ നയങ്ങളെയാണ് ഞാൻ വിമർശിക്കുക. ഒരു വ്യക്തികളെയും നാളിതുവരെ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ വ്യക്തികളെ ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിനോടുള്ള വിരോധമല്ല, ഇടതുപക്ഷത്തിന് നയങ്ങളോട് എതിർപ്പുണ്ട്. അപ്പോൾ ഈ സമഗ്രമായൊരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്. അതല്ലാതെ നമ്മൾ മറ്റവരോട് വിരോധമുണ്ട് എന്നാൽ ഇവിടെ നിന്നേക്കാന്നുള്ളതല്ലല്ലോ. നമ്മളൊരു സാഹചര്യത്തെ മുൻനിർത്തി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ ഭരണം ഈ മാർജിനൽ വിഭാഗങ്ങൾക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ പറയുന്നില്ല, അവരങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഭരണ നടത്തിയവർക്കെതിരെയുള്ളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഇതൊന്നും പെർമനൻ്റായ സ്റ്റാൻഡല്ല. നാളെ മാറാം, സാഹചര്യം മാറി വരുമ്പോൾ അത് മാറാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയ നിലപാടെടുക്കുക. അതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളോടുള്ള വിരോധമല്ല, ഇടതുപക്ഷം കൈക്കൊണ്ട നയങ്ങളോട് തീർച്ചയായും വിമർശനമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും വൈക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റാണെങ്കിലും തീരുമാനിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് തന്നെയാണല്ലേ? പ്രപ്പോസൽ വരട്ടെ, നമുക്കുകൂടി സ്വീകാര്യമായ പ്രപ്പോസലാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അത് തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥിത്വത്തിന് അല്ലെങ്കിൽ മത്സരിക്കാനൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എവിടെ എന്നുള്ള വൈക്കമാണോ അല്ലെങ്കിൽ മറ്റെങ്കിലും സ്ഥലമാണോ എന്ന കാര്യമൊക്കെ പിന്നീട് അല്ലെങ്കിൽ UDF തീരുമാനിച്ച് അത് കൃത്യമായി പറയുകയെങ്കിൽ അനുയോജ്യമാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയാണ് സണ്ണിയം കബിക്കാട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.